ഹലോ, നമ്മുടെ തലശ്ശേരി സ്പെഷ്യലായിട്ടുള്ള കക്കറോട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമ്മൾ നോർമലി വെക്കണ പോലെ തന്നെ ബീഫ് കറി വെക്കുക. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് അരച്ചെടുക്കണം. ഒരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം, കുഴക്കാവുന്ന പാകത്തിൽ. അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങയും വെല്ലുള്ളി ഉണ്ടല്ലോ, സബോള, അതും കൂടി അരച്ചിട്ട് ഇതേപോലെ ഒരു സ്ട്രക്ചറിൽ അരച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ പൊടി എടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് പത്തിരിപ്പൊടി ഉപയോഗിക്കാം, ഇവിടെ റോട്ടിപ്പൊടി എന്നാണ് പറയുക. അത് നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കി കുറച്ച് വെള്ളം വേണമെങ്കിൽ നോക്കി ഒഴിച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഉരുട്ടി എടുക്കണം. ഇതാണ് കുറച്ച് പാടുള്ള പണി, എങ്കിലും ടേസ്റ്റ് അടിപൊളിയാണ്. ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് നമ്മൾ വാഴയിലാണ് ഇത് വെക്കുന്നത്. ഇഡ്ലി ചെമ്പിലെ ആവിയിലാണ് ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇത് വാഴയിലെ തന്നെ ഓരോ ലെയറായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ ചെയ്യുക. അത് ആവിയിൽ വെന്തിട്ട് ആ ഒരു വാഴയിലേൻ്റെ സ്മെല്ലൊക്കെ വരുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ നമ്മൾ അരപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ വാഴയില നമ്മൾ എടുത്തിട്ട് അതെല്ലാം എടുത്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇത് ഒട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം തെളിച്ചിട്ട് അതിങ്ങനെ കുടഞ്ഞെടുക്കുമ്പോൾ ആ ഒട്ടി നിൽക്കുന്നതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും. ഒട്ടി നിൽക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മൾ ചെമ്പിൽ കുറച്ച് RKG ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് വെറും തേങ്ങയും വെള്ളവും മാത്രമേ ഉള്ളൂ കേട്ടോ. അത് അരച്ചിട്ട് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഇറച്ചിക്കറി ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ മാവും ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കി എടുത്ത് ആ മാവും ഇതെല്ലാം ഒന്ന് മിക്സായി കുറുകി വരുമ്പോഴാണ് നമ്മുടെ കക്കറോട്ടി ഇവിടെ റെഡി ആകുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.